ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ബയോളജിയിലെ കോശങ്ങളുടെ ഘടന 1ാമത്തെ സെക്ഷനാണ്. നമുക്ക് മാർക്ക് 30 മാർക്കിനാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് വരുന്നത്. നിങ്ങൾ എത്ര മാർക്കാണെങ്കിലും അത് കൂടുതലായിക്കോട്ടെ കുറവായിക്കോട്ടെ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ ഓരോ നൽകുന്ന കമൻസും അതേപോലെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സുമാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിൽ നമ്മൾ വിറ്റാമിൻസ് കഴിഞ്ഞു, മിനറൽസ് കഴിഞ്ഞു, ഇപ്പോൾ കോശങ്ങളുടെ ഘടനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ എൻസൈമും ഹോർമോണുകളും ബാക്കിയുണ്ട്. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? തിയോഡർ ഷ്വാൻ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. എൻ.ജെ. സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. UP സ്കൂൾ ടീച്ചർ 2022 ചോദിച്ച ക്വസ്റ്റനാണ്. പണ്ടൊക്കെ എന്തായിരുന്നു, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ചതാര്? ആൻസർ ഈ 4 ഓപ്ഷനും ഉണ്ടാകും, ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് എന്നൊരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. ആരും സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ കണ്ട് പേടിക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാകുള്ളൂ. ഒന്ന് സമാധാനത്തിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയായ ജോഡിയാണ്. അപ്പോൾ ഇവിടെ ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ എൻ.ജെ. സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇതാണ് ശരിയായ ജോഡി. അപ്പോൾ തിയോഡർ ഷ്വാൻ എന്തായിരുന്നു ചെയ്തത്? തിയോഡർ ഷ്വാൻ പറഞ്ഞത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതാണ് ആര്? തിയോഡർ ഷ്വാൻ പറഞ്ഞത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. ഇനി അടുത്താരാണ്? റുഡോൾഫ് വിർഷോ എന്താ പറഞ്ഞത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന് പറഞ്ഞതാണ് ആര്? റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ. ഓക്കെ, നെക്സ്റ്റ് തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്? ജന്തു. അപ്പം നമ്മൾ പറഞ്ഞല്ലേ. ഇനി അടുത്തത് ആരാണ്? റോബർട്ട് ബ്രൗൺ ഉണ്ട്. റോബർട്ട് ബ്രൗൺ എന്താ പറഞ്ഞത്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോയാണ്. എൻ.ജെ. സ്ലീഡൻ എന്താണ് പറഞ്ഞത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ. കോശത്തിലെ ഊർജത്തിൻ്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രമാണ് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, പ്ലേറ്റ്ലെറ്റ്, കോശസ്തരം. ഏതാണ് ഊർജത്തിൻ്റെ ഉൽപാദന പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ ബി, മൈറ്റോകോൺട്രിയ. താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത്? മൈറ്റോകോൺട്രിയ, മർമ്മം, റൈബോസോം, ഹരിതകണം. ഏതാണ് മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയത്? ഓപ്ഷൻ എ, മൈറ്റോകോൺട്രിയയിലാണ് മാംഗനീസ് ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. ATP ADP ആയി മാറുമ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, ഇതാണ് എൻ്റെ ഫുൾ ഫോം, ആയി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്? ഊർജം രൂപപ്പെടുന്നു, ഊർജം സ്വതന്ത്രമാവുന്നു, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഇവയൊന്നുമല്ല. ATP ADP ആയി മാറുമ്പോൾ അവിടെ ഊർജം സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി. റൈബോസോം മാംസ്യനിർമ്മാണ കേന്ദ്രം, ലൈസോസോം കോശവിഭജനത്തിന് സഹായിക്കുന്നു, മൈറ്റോകോൺട്രിയൽ കോശത്തിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാത. ഏതാണ്? റൈബോസോം മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. ശരിയായ പ്രസ്താവനയാണ്. മൈറ്റോകോൺട്രിയ കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലേ, അവിടെയാണ് നമ്മൾ ഊർജ്ജം സംഭരിക്കുകയും നിർമ്മിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്? മൈറ്റോകോൺട്രിയ. ഇതും ശരിയാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണ്?
കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. അതും ശരിയാണ്. അപ്പോൾ എന്താണ് ലൈസോസോം? കോശവിഭജനത്തിന് ഇതാണ് നമുക്കിവിടെ തെറ്റായുള്ള പ്രസ്താവന. കോശവിഭജനത്തിന് സഹായിക്കുന്നതല്ല ലൈസോസോം. കോശത്തിനുള്ളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ലൈസോസോമാണ്. അതായത് കേടുവന്ന കോശങ്ങളെ കോശങ്ങളെയും അന്യവസ്തുക്കളെയൊക്കെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ലൈസോസോം എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രം, ലൈസോസോം ആത്മഹത്യാ സഞ്ചികളാണ്. അതേപോലെ മൈറ്റോകോൺട്രിയ കോശത്തിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശത്തിനുള്ളിലെ സംവഹന പാതയാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അഥവാ അതിൻ്റെ മറ്റൊരു പേര് അന്തർദ്രവ്യ ജാലിക എന്ന് പറയും. കോശ അസ്ഥികൂടം എന്നൊക്കെ പറയുന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ആരാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കണ്ടെത്തിയെന്നറിയാവോ? കെയ്ത്ത് പോർട്ടറും അതേപോലെ ആൽബർട്ട് ക്ലോഡ് എന്നീ 2 ശാസ്ത്രജ്ഞരാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കണ്ടെത്തിയത്, അഥവാ അന്തർദ്രവ്യ ജാലിക. എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഏതാണെന്ന്. അതേതാണ്? അന്തർദ്രവ്യ ജാലികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ലൈസോസോം. ഏതാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ലൈസോസോം എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രമാണ്. അതായത് നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്നത് എന്താർക്കാ? ജന്തുക്കൾക്ക്, മനുഷ്യന്മാർക്കല്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ലൈസോസോം ജന്തുക്കൾക്കാണ്. അതേപോലെ ലൈസോസോം ലേസിനെസ്, മടി എപ്പോഴും ആർക്കാണ്? മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെയാണ്. അപ്പം ജന്തുക്കൾക്കാണ്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നൊരു കോശാംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം. ക്രോമോപ്ലാസ്റ്റ്, ഫേൻ ആവരണം, ക്ലോറോപ്ലാസ്റ്റ്, ടോണോപ്ലാസ്റ്റ്. ഏതാണ് ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ടോണോപ്ലാസ്റ്റ് ആണ് ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഫേനം എന്ന് പറയുന്നത് എന്താ? ഫേനം എന്ന് പറയുന്നത് സസ്യകോശങ്ങളിൽ ഒരു വലിയൊരു 90% ഭാഗവും, ഇപ്പോൾ സസ്യകോശം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90% ഭാഗം കാണുന്നൊരു വലിയൊരു ഹോള് പോലെ കാണും. ഇതിനെയാണ് നമ്മൾ ഫേനം എന്ന് പറയുന്നത്. അപ്പോൾ സസ്യകോശങ്ങൾ അത് ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ജന്തുകോശങ്ങളിൽ അതെന്ന് പറയുന്നത് അതിങ്ങനെ കുഞ്ഞു 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 വാക്യൂൾസ് ആയിട്ടായിരിക്കും ഫേനം കാണപ്പെടുന്നത്. അപ്പോൾ സസ്യകോശങ്ങളിൽ ഒരെണ്ണമേ ഉള്ളൂ ഫേനം എന്ന് പറയുന്നത്. അതേപോലെ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇവയെല്ലാം എവിടെയാണ് സംഭരിച്ച് വെക്കുന്നത്? ഈ ഫേനത്തിലായിരിക്കും സംഭരിച്ച് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? നമുക്ക് നോക്കാം. ക്രമഭംഗവും ഊനഭംഗവും നമ്മുടെ കോശ വിഭജനത്തിന് 2 രീതികളാണുള്ളത്. ഒന്ന് ക്രമഭംഗം, ഒന്ന് ഊനഭംഗം എന്ന് പറയുന്നത്. സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നത് ഏതാണ്? ക്രമഭംഗമാണ്. സോ ഈ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഊനഭംഗം നടക്കുന്നത് ബീജകോശങ്ങളിലാണ്. ഊനഭംഗം നടക്കുന്നത് ലൈംഗിക അവയവങ്ങളിൽ നമ്മൾ പുംബീജം ഉണ്ടൊക്കെ ജോയിൻ ചെയ്യത്തില്ല. ആ ഒരു ബീജകോശങ്ങളിൽ നടക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഊനഭംഗം എന്ന് പറയുന്നത്. ഇനി ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 ഉണ്ടാകുന്നത്. എത്രയാണ്? 4 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. സോ ഈ പ്രസ്താവന എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ 1, 2, 4 ശരി. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെ വിഘടന ഫലമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ജലം, മഗ്നീഷ്യം ഡൈ ഓക്സൈഡ്. ഇത് രണ്ടുമല്ല നമുക്കറിയാം. നമുക്ക് ഡൗട്ട് വരുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ജലം, അതായത് CO2 ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് ഈ ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നതെന്നൊരു ധാരണ നമുക്ക് വരും. പക്ഷേ അല്ല. എന്താണ് സംഭവിക്കുന്നത്? ചെടികൾ വേരുപയോഗിച്ച് വലിച്ചെടുക്കുന്ന ജലം വിഘടിച്ചാണ് എന്തുണ്ടാകുന്നത്? ഓക്സിജൻ പുറത്തേക്കുണ്ടാകുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ജലം വിഘടിച്ചുണ്ടാകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ് ഇപ്പോൾ പറഞ്ഞല്ലോ അല്ലേ? ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നത് ഓക്സിജനും. ഈ ഓക്സിജൻ എന്തിൻ്റെ ഫലമായാണ്? ജലം വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് വർണ്ണകമേത്? ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ആന്തോസയാനിൻ, സാന്തോഫിൽ, കരോട്ടിൻ, ക്ലോറോഫിൽ. ഏതാണ്? കരോട്ടിൻ, ക്ലോറോഫിൽ, ആന്തോസയാനിൻ, സാന്തോഫിൽ. ഏതാണ് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ സി, ആന്തോസയാനിനാണ് ചുവപ്പ് നിറം നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമേത്? ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, അമോണിയ. എവിടെയാണ് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡാണ് ജന്തുകോശങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏത്? കോശാംഗം. മൈറ്റോകോൺട്രിയ, ഫേനം, ജൈവകണങ്ങൾ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഏതാണ് ആൻസർ വരുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഏത്? ഓപ്ഷൻ ബി, ഫേനം. ഫേനത്തിൻ്റെ ആവരണമാണ് എന്തെന്നറിയപ്പെടുന്നത്? ടോണോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടമേത്? മെറ്റാഫേസ്, ടീലോഫേസ്, പ്രോഫേസ്, അനാഫേസ്. ഏതാണ്? പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നത് ഏത് ഫേസിലായിരിക്കും? ഓപ്ഷൻ ഡി, അനാഫേസ്. കോശവിഭജനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഭാഗമേത്? പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഭാഗമാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഏതാണ്? ഓപ്ഷൻ ഡി, ടീലോഫേസ്. നാലും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് നമ്മുടെ കോശവിഭജനം നടക്കുന്നത് മെയിനായിട്ട് 4 ഘട്ടങ്ങളിലാണ് ഈ കോശത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിനെ വിഭജിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസും ഈ ക്രൊമാറ്റിൻ ജാലികകളെല്ലാം എന്തായി മാറുന്നുണ്ട്? ഇങ്ങനെ പ്രോഫേസിൻ്റെ ആരംഭത്തിൽ ഇതിങ്ങനെ ചുറ്റുചുറ്റായിട്ട് വരും. അതിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വരും. അതായത് ഈ ക്രൊമാറ്റിൻ ജാലിക എന്താണ്? തടിച്ചു കുറുകി ഓരോ ക്രോമസോമുകളായിട്ട് മാറുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫേസ്. അതായത് കോശവിഭജനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ക്രോമസോമുകളാകുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയസിലെ മർമ്മകവും മർമ്മസ്തരവും ഒക്കെ ഇല്ലാണ്ടാകും. ഈ സാധനമൊക്കെ ഇല്ലാണ്ടാകുന്ന ഘട്ടമാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന് ചുറ്റുമുള്ള സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കളൊക്കെ രൂപം കൊള്ളുന്ന ഘട്ടമാണ്. ഇതിനെയാണ് നമ്മൾ പ്രോഫേസ്, അതായത് വിഭജനത്തിൻ്റെ 1ാം ഘട്ടം. 2ാം ഘട്ടമാണ് മെറ്റാഫേസ്. മെറ്റാഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ ക്രോമസോമുകൾ എന്താണ്? മധ്യഭാഗത്തേക്ക്, കോശത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ കീലതന്തുക്കളും ഉണ്ടാകും. ഈ മധ്യഭാഗത്തേക്ക്, അതായത് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്ന ഘട്ടമാണ് ഏത്? മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? 3ാമത്തെ ഫേസാണ് അനാഫേസ് എന്ന് പറഞ്ഞാൽ. എന്താണ് അനാഫേസ്? ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിൻ്റെ ഇതിവിടെ മൊത്തം എന്താണ്? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിനിങ്ങനെ ഓരോരോ പീസായിട്ട് ഇതിങ്ങനെ വേർപിരിഞ്ഞ് പോകും. ഓക്കെ, ഇങ്ങനെ ഇത് വേർപിരിഞ്ഞ് വരുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? അനാഫേസ് എന്ന് പറയുന്നത്. ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടമാണ് അനാഫേസ് അഥവാ 3ാമത്തെ ഘട്ടം. ഇനി ടീലോഫേസ് എന്താണ്? ഇരുവശങ്ങളിലേക്ക് നീങ്ങിയ ക്രോമസോമുകൾ, ക്രൊമാറ്റിൻ ജാലിക വീണ്ടും എന്താണ്? ഈ സാധനങ്ങൾ വീണ്ടും ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ക്രൊമാറ്റിൻ ജാലികകളായിട്ട് മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് എന്ന് പറഞ്ഞാൽ. ഈ ടീലോഫേസിനാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്നത് ഈ ടീലോഫേസ് എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, അതാണ് 4 ഫേസ്. കോശവിഭജനത്തിൻ്റെ 4 ഘട്ടമാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈറസ്, ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, ഫംഗസ്. ഏതാണ് PPLOയിൽ എന്തിലാണ് പെടുന്നത്? PPLO എന്ന് പറയുന്നത് ഒരു മൈക്രോപ്ലാസ്മയാണ്. മൈക്രോപ്ലാസ്മ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് എന്ത്? PPLO എന്നത്.
മൈക്രോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ബാക്ടീരിയൽ ജീവികളിൽ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, അതാണ് PPLOൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബീജകോശങ്ങൾ രൂപപ്പെടുന്നത് ക്രമഭംഗത്തിലൂടെയാണ്. ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം 2 എന്തൊക്കെയാണ്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന എന്താണ്? ക്രമഭംഗമാണോ? ബീജകോശങ്ങളിൽ എന്താണ്? ഊനഭംഗമാണ്. സോ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ബഹുകോശ ജീവികളിലാണെങ്കിൽ പ്രത്യുൽപാദനം നടക്കുന്ന ഏത് കോശവിഭജന രീതിയാണ്? ഊനഭംഗമാണ്. പക്ഷേ ഏകകോശ ജീവികളിൽ ഏതാണ്? ക്രമഭംഗമാണ്. സോ ഈ പ്രസ്താവന ശരിയാണ്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം 2 അല്ല. അത് എത്രയാണ്? 4. സോ ഇതും ശരിയാണ്. 2, 3 ശരി. 1 തെറ്റ്, 2, 3 ശരി. 1 തെറ്റ്, 2, 3 ശരിയാണ്. സോറി, ഇതും തെറ്റല്ലേ? 2, 3 ശരിയല്ലല്ലോ. ഇതും തെറ്റല്ലേ? ഇവിടെ 2 അല്ല പറഞ്ഞിരിക്കുന്നത്, 4. അപ്പം അതായത് 2 മാത്രമാണ് ശരി. 1ഉം 3ഉം തെറ്റാണ്, 2 മാത്രം ശരി. സോ ഇതാണ് ഓപ്ഷൻ സി. 1ഉം 3ഉം തെറ്റ്, 2 മാത്രമാണ് ശരിയായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശശ്വസനം വഴി കോശങ്ങളിലേക്ക് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ വെച്ച് വായു അറകളിലൂടെ ഹീമോഗ്ലോബിനുമായി ചേർന്ന ടിഷ്യൂ ദ്രവത്തിലൂടെ. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത് ഓപ്ഷൻ ഡി, ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത്. കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണുന്ന ജൈവകണം ഏത്? ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം ഇവയൊന്നുമല്ല. ഏതായിരിക്കും? കപ്പ, ഉരുളക്കിഴങ്ങിലേക്ക് കാണുന്നത് ഓപ്ഷൻ സി, ശ്വേതകണമാണ്. ഇത് SCRT പൂളിലെ ക്വസ്റ്റ്യനാണ്. ശ്വേതകണമാണ്. കൂട്ടത്തിൽ പെടാത്തതേത്? സാന്തോഫിൽ, ശ്വേതകണം, ആന്തോസയാനിൻ, കരോട്ടിൻ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ ബി, ശ്വേതകണമാണ്. സാന്തോഫിലും ആന്തോസയാനിനും കരോട്ടിനും ഇതെല്ലാം എന്താണ്? വർണ്ണകണങ്ങളാണ്. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം, അങ്ങനെ 3 എണ്ണമാണുള്ളത്. അതിൽ ശ്വേതകണം, അതായത് ഇത് 3ഉം എന്താണ്? വർണ്ണകണത്തിൽ പെടുന്നവയാണ്. ഓക്കെ. നെക്സ്റ്റ്. ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്ന ഘട്ടമാണ് മെറ്റാഫേസ്. ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് അനാഫേസ്. സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് പ്രോഫേസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ ഈ കാര്യങ്ങളൊക്കെ. ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി രൂപം കൊള്ളുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡ് ഫേസായ മെറ്റാഫേസ്. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇരുധ്രുവങ്ങളിലേക്ക് നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടം, അതാണ് നമ്മുടെ ടീലോഫേസ്. ലാസ്റ്റ് ഘട്ടമാണ് ടീലോഫേസ്. അപ്പോൾ ഇതെന്താണ്? അനാഫേസ് അല്ല, ഇതെന്താണ്? ടീലോഫേസ് ആണ്. സോ ഇത് തെറ്റായ പ്രസ്താവനയാണ്. സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് പ്രോഫേസ്. ഒന്നാമത്തെ ഘട്ടമായ പ്രോഫേസിലാണ് സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത് അല്ലേ. നമുക്കവിടെ വേറൊരു ഓപ്ഷൻ എന്തായിരുന്നു? മർമ്മകവും മർമ്മസ്തരവും ഒക്കെ അപ്രത്യക്ഷമാകുന്ന ഘട്ടവും ഏതാണ്? പ്രോഫേസ് ആണ്. സോ ഇവിടെ ഏതാണ്? 1, 3 ശരി, 2 തെറ്റ്. 1, 3 ശരി, 2 തെറ്റ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോബർട്ട് ഹുക്ക് തൻ്റെ ഗവേഷണങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ ഗ്രന്ഥമാണ് എ. ജന്തുകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബി. എയും ബിയും യഥാക്രമം പൂരിപ്പിക്കുക. എന്തായിരിക്കും ആൻസർ വരേണ്ടത്? എ. മൈക്രോഗ്രാഫിയ തിയോഡർ ഷാൻ, മൈക്രോഗ്രാഫിയ NJ സ്ലീഡൻ, മൈക്രോഗ്രാഫിയ റുഡോൾഫ് വിർഷോ, നേച്ചർ റോബർട്ട് ബ്രൗൺ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? മൈക്രോഗ്രാഫി ആൻഡ് തിയോഡർ ഷാൻ. അതായത് റോബർട്ട് ഹുക്ക് തൻ്റെ ഗവേഷണങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? മൈക്രോഗ്രാഫിയ. ജന്തുകോശം കണ്ടെത്തിയതാരാണ്? തിയോഡർ ഷാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. കോശവിഭജനം 2 തരമുണ്ട്. ഒരു മാതൃകോശം വിഭജിച്ച അതേ എണ്ണം ക്രോമസോമുകളുള്ള 2 സന്തതികൾ ഉണ്ടാകുന്ന കോശങ്ങളുണ്ടാകുന്ന രീതിയാണ് ക്രമഭംഗം.
ഒരു മാതൃകോശം വിഭജിച്ച് അതിൻ്റെ പകുതി എണ്ണം ക്രോമസോമുകളിലുള്ള 4 സന്തതികളുള്ള രീതിയാണ് ഊനഭംഗം. സിക്താണ്ഡങ്ങളിലെ ക്രോമസോം സംഖ്യ മാതൃകോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇതിലേതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശവിഭജനം 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ക്രമഭംഗവും ഊനഭംഗവും. അപ്പോൾ ഇത് ശരിയാണ്. മാതൃകോശം വിഭജിച്ച അതേ എണ്ണം ക്രോമസോമുകളുള്ള 2 സന്തതികൾ, 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നതാണ് ക്രമഭംഗം. ഇതും ശരിയാണ്. മാതൃകോശം വിഭജിച്ച് അതിൻ്റെ പകുതി എണ്ണം, അതായത് 46 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 23 വീതമുള്ള 4 സന്തതികൾ ഉണ്ടാകുന്നതാണ് ഊനഭംഗം. അതും ശരിയാണ്. അപ്പോൾ ലാസ്റ്റത്തെ എന്തായാലും പിന്നെ തെറ്റായ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തെറ്റായിരിക്കും ഇത്. നമുക്ക് നോക്കാതെ. സിക്താണ്ഡങ്ങളിലെ ക്രോമസോം സംഖ്യ മാതൃകോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അത് തെറ്റാണ്. സിക്താണ്ഡങ്ങളിലെ ക്രോമസോം സംഖ്യ മാതൃകോശങ്ങളിലേത് തന്നെയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. കോശാംഗങ്ങളും അവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരും താഴെ തന്നിരിക്കുന്നു. ആരൊക്കെയാണെന്ന് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ, റൈബോസം, ലൈസോസം. ഇവിടെ ജോർജ് പലേഡ്, ക്രിസ്ത്യൻ ദെ ദു കോളിക്കർ. മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത് ആരാണ്? അത് ഓപ്ഷൻ 3 കോളിക്കറാണ്. അതായത് 1, 3 ആണ്. റൈബോസം അപ്പോൾ 1, 3 ആയത്. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് രണ്ടും കട്ട് ചെയ്ത് കളയാം. റൈബോസോം കണ്ടുപിടിച്ചത് റൈബോസോം കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് പലേഡ്. റൈബോസോം ജോർജ് പലേഡാണ്. സോ രണ്ടാമത്തത് 1. സോ ഇതായിരിക്കും ആൻസർ വരുന്നത്. ലൈസോസോം കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ദെ ദൂവ്. അതായത് 3 പേര്. മൈറ്റോകോൺട്രിയ കോളിക്കർ, റൈബോസോം ജോർജ് പലേഡ്, ലൈസോസോം അതേപോലെ ക്രിസ്ത്യൻ ദെ ദൂവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി കോംപ്ലക്സുകൾ. ഓക്കെ, സസ്യകോശങ്ങൾ ഒരു ഫേനം മാത്രമേ ഉണ്ടാകൂ. ക്ലോറോപ്ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിഡാണ്. തൈലക്കോയിഡിലാണ് ഹരിതകമുള്ളത്. തൈലക്കോയിഡുകളുടെ കൂട്ടത്തെ ഗ്രാന എന്ന് വിളിക്കുന്നു. 5 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഉചിതമായി തിരഞ്ഞെടുക്കാൻ 3 മാത്രം തെറ്റ്, 4 മാത്രം തെറ്റ്, 1 ഒഴികെ എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? അപ്പോൾ എന്താണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? കോശദ്രവ്യത്തിൽ കാണുന്ന ചെറു സഞ്ചികൾ പോലെയുള്ള സാധനത്തിനെയാണ് നമ്മൾ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഗോൾഗി കോംപ്ലക്സുകളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഗ്രന്ഥികോശങ്ങളിലാണ്. ഗ്രന്ഥികോശങ്ങളിലാണ് ഗോൾഗി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്നത്. സോ ഈ പ്രസ്താവന ശരിയാണ്. സസ്യകോശങ്ങളിൽ ഒരു ഫേനം മാത്രമാണുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, ജന്തുകോശങ്ങളിൽ കുറേ കുഞ്ഞു ഫേനമുള്ളപ്പോൾ സസ്യകോശങ്ങളിൽ ഒരു 90% കവർ ചെയ്യുന്ന ഒരൊറ്റ ഫേനമാണുള്ളത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതകണം. അതായത് 3 ജൈവകണങ്ങളാണുള്ളത് അല്ലേ? ഈ ജൈവകണത്തെയാണ് നമ്മൾ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവകണത്തെയാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ജൈവകണം. ഈ ജൈവകണങ്ങൾ എത്ര എണ്ണമാണ്? 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? 1 ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, 2 വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, 3ാമത്തത് ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. 3 എണ്ണം. അതായത് ഈ ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകം എന്ന് പറയുന്നത് ഒരു ജൈവകണമാണ്, പ്ലാസ്റ്റിഡാണ്. ഈ പ്ലാസ്റ്റിഡ് എന്ന പേര് കാണുമ്പോഴായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. ഈ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ജൈവകണം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിഡാണ്. ഇതും ശരിയാണ്. തൈലക്കോയിഡിലാണ് ഹരിതകമുള്ളത്. എന്താണ് തൈലക്കോയിഡ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ തൈലക്കോയിഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഈ ഹരിതകണത്തിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങൾ പോലെ ഇരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇതിൽ ഗ്രാനയുമുണ്ട്, സ്ട്രോമയുമുണ്ട്. ഈ സ്ട്രോമയിലുള്ള പരന്ന സ്തര പോലെയുള്ള സഞ്ചികളുണ്ട്. ഇവയാണ് നമ്മൾ എന്താ പറയുന്നത്? തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡിലാണ് എന്തുള്ളത്? ഹരിതകമുള്ളത്. ഈ തൈലക്കോയിഡിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹരിതകം. അപ്പോൾ ഇതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി ഇങ്ങനത്തെ തൈലക്കോയിഡുകൾ കുറേ കൂടി ചേരുമ്പോൾ അതിനെ എന്താണ് വിളിക്കുന്നത്? ഗ്രാന എന്ന് വിളിക്കും. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ 2 എണ്ണം തെറ്റാണ്. അവ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം. സെൻട്രോസോം എന്ന് പറയുന്നത് കോശമർമ്മത്തിനായി കാണപ്പെടുന്ന ഒരു ആണ് സെൻട്രോസോം എന്ന് പറയുന്നത്. അത് ജന്തുകോശങ്ങളിൽ മാത്രമുള്ളൊരു സാധനമാണ് സെൻട്രോസോം. ഈ പ്രസ്താവന ശരിയാണ്.
ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്നു. എന്താണ് റൈബോസോം ചെയ്യുന്നത്? ഗ്ലൂക്കോസ് നിർമ്മാണത്തിനല്ല, റൈബോസോം നമ്മളെ സഹായിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസിനാണ്, പ്രോട്ടീൻ നിർമ്മാണത്തിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഗോൾഗി വസ്തുക്കളാണ്. ആണോ? ആത്മഹത്യാ സഞ്ചികൾ, സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ലൈസോസൈമാണ് ആത്മഹത്യാ സഞ്ചികൾ. ഓട്ടോഫാഗി എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോഫാഗി എന്ന് പറയുന്നത് അതായത് സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. ഈ ലൈസോസോം അതിൻ്റെ തന്നെ കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിച്ച് കളയും. ഈ ഒരു പ്രവർത്തനമാണ് ഓട്ടോഫാഗി. അപ്പോൾ ഓട്ടോഫാഗി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലൈസോസോമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റ് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കൊഴുപ്പ്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് എന്നിവ കൊണ്ടാണ് കോശസ്തരം നിർമ്മിച്ചിട്ടുള്ളത്. ഫംഗസുകളുടെ കോശഭിത്തി കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കോശസിദ്ധാന്തം പ്രായോഗികമല്ലാത്ത വിഭാഗമാണ് ബാക്ടീരിയകൾ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൻ്റെ ഉൾമടക്കുകൾ ക്രിസ്റ്റേ എന്നറിയപ്പെടുന്നു. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലികയാണ്. ഉചിതമായി തിരഞ്ഞെടുക്കുക. 3 മാത്രം തെറ്റ്, എല്ലാം ശരി. 3 ഒഴികെ എല്ലാം തെറ്റാണ്. 4, 5 എന്നിവ മാത്രം തെറ്റാണ്. കൊഴുപ്പ്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് എന്നിവ കൊണ്ടാണ് കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥമാണ് ലിഗ്നിൻ. കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഫംഗസുകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിനാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. കോശസിദ്ധാന്തം പ്രായോഗികമല്ലാത്ത ജീവിവർഗമാണ്. അത് ബാക്ടീരിയ അല്ല, അത് ഏതാണ്? വൈറസുകളാണ്. കോശസിദ്ധാന്തം പ്രായോഗികമല്ലാത്തത് വൈറസുകളാണ്. സോ ഇത് തെറ്റാണ്. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൻ്റെ ഉൾമടക്കുകൾ അറിയപ്പെടുന്നത് എന്താണ്? ക്രിസ്റ്റേ എന്നാണ്. അതായത് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഇങ്ങനെ ഇരിക്കും ഇവിടെ. ഇതിൻ്റെ ഉൾമടക്കുകൾ അറിയപ്പെടുന്ന പേര് ക്രിസ്റ്റേ എന്നാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. നേരത്തെ പറഞ്ഞതാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ ഇവിടെ ഏതാണ് തെറ്റ്? 3 മാത്രം. സോ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? നാഡീകോശം, അണ്ഡം, പുംബീജം, രക്തകോശം. ഏതാണ് ഏറ്റവും ചെറിയ കോശം? ഓപ്ഷൻ ബി പുംബീജമാണ്. ഏറ്റവും വലുത് ഏതാണ് മനുഷ്യ ശരീരത്തിൽ? അത് അണ്ഡമാണ് അല്ലേ. ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ഹരിതകമുള്ള ഒരേയൊരു ഏകകോശ ജീവിയാണ് പാരമീസിയം. അമീബ ഒരു ബഹുകോശ ജീവിയാണ്. ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. ശരിയാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ഇതും ശരിയാണ്. ഹരിതകമുള്ള ഒരേയൊരു ഏകകോശ ജീവിയാണ് ഏത്? യൂഗ്ലീന. പാരമീസിയം അല്ല, യൂഗ്ലീനയാണ്. തെറ്റാണ്. അമീബ ഒരു ബഹുകോശ ജീവിയാണ്. തെറ്റാണ്. അമീബ ഒരു ഏകകോശ ജീവിയാണ്. സോ 1, 2 ശരി, 3, 4 തെറ്റ്. 1, 2 ശരി, 3, 4 തെറ്റ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. 30 മാർക്കിനാണ് എക്സാം വരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് അറ്റംപ്റ്റ് ചെയ്യുക. എന്താണെങ്കിലും അത് എന്ത് ഡൗട്ടാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉത്തരം പറയും. അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും അന്വേഷിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്തി തരും. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഇന്നലത്തെ എക്സാമിന് കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. എനിക്കും ഡൗട്ട് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് അതിന് കമൻറ്റ് റിപ്ലൈ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്